എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 47/2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷും മലയാളവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 47 ക്വസ്റ്റ്യൻ കോഡ് കേട്ടോ, 47/2024 ഇംഗ്ലീഷിലെയും മലയാളത്തിലെയാണ്. നമ്മളിത് 18ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ, 18ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികളും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടിയിട്ടൊന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് ഇംഗ്ലീഷിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. ഏതാണ്? ഇവിടെ വൺസ് എന്നാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാര് ഇവിടെ വൺ എന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ട് ഇവിടെ ഫില്ലിംഗ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ എന്ത് തന്നെ ചെയ്യണം? എപ്പോഴും വൺസ് എന്ന് തന്നെ ചെയ്യണം കേട്ടോ. വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. ഒരിക്കലും ഹിസോ ദയറോ ഹെയറോ ഒന്നും അവിടെ എഴുതാനായിട്ട് പാടില്ല. വൺ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? വൺസ് എന്ന് തന്നെ എഴുതണം. ഇതാണ് ഇതിന്റെ റൂള് വരുന്നത് കേട്ടോ. വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റ് സ്പെല്ലിംഗ്, അക്വൈന്റൻസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? അക്വൈന്റൻസ് സി ആണ് കേട്ടോ. അക്വൈന്റൻസ് ACQUAIN ഇതൊക്കെ ഇതുവരെ ഇത് കറക്റ്റ് ആണ്. ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നത് കണ്ടോ. ഇയും എയുമാണ് മിസ്റ്റേക്ക്. ഇവിടെ എ ആണ് കേട്ടോ കറക്റ്റ് വരുന്നത്. അക്വൈന്റൻസ് ഇവിടെ ഓക്കെ എയിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ എ ആണെന്നുള്ളത് കണക്ട് ചെയ്യുക. അക്വൈന്റൻസ് ACQUAINTANCE. ഓക്കെ, ഫസ്റ്റ് AC എന്ന് കണക്ട് ചെയ്യുക. പിന്നെന്താണ് അല്ലെ QUAIN അല്ലെ ക്വൈൻ tense അല്ലെ tense. Choose the proper sequence and mark the answer. The majestic mahogany table എന്താണ്? ഡാഷ് ഓർഡർ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏത് സെന്റൻസ് ഓർഡർ ആയിട്ട് ഇവിടെ ബാക്കി ഫില്ല് ചെയ്യണം കേട്ടോ. The majestic mahogany table എന്താണ്? എന്നിട്ട് ഏത് സെന്റൻസ് ആദ്യം ചെയ്യും? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. ഇതിൽ തെറ്റാണ് ആൻസർ വന്നിരിക്കുന്നത് കേട്ടോ, ഡിലീഷൻ ആണ്. 74, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദി ഫോളോയിങ്. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വേർഡാണ് ഇവിടെ കറക്റ്റ് യൂസേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. എന്ത് വരും 74? ഇവിടെ സി ആണ്, അഫക്റ്റ് ആണ്. എന്താണ്? അഫക്റ്റ് ആണ് കേട്ടോ. Rising air temperatures affect the physical nature of our oceans. അതാണ് ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? സമുദ്രത്തില് അഫക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ സിനോണിയം ഫോർ വെനറേറ്റ്. വെനറേറ്റിന്റെ അർത്ഥം എന്താണ് ഇവിടെ? വെനറേറ്റിന്റെ അർത്ഥം, വെനറേറ്റിന്റെ സിനോണിയം വെനറേറ്റ് എ ആണ്. റെസ്പെക്ട്. വെനറേറ്റ് പറഞ്ഞ എന്താണ്? റെസ്പെക്ട് ആണ്. പഠിച്ചോട്ടോ, എഴുതി വെക്കണേ. വെനറേറ്റിന്റെ സിനോണിയം റെസ്പെക്ട്. വെനറേറ്റിന്റെ എന്താണ്? റെസ്പെക്ട് കേട്ടോ. പഠിച്ചേ. വെനറേറ്റ് റെസ്പെക്ട്. ഐഡന്റിഫൈ ദ ആന്റോണിയം. എപ്പോഴും ഒരു സിനോണിയം ആന്റോണിയം ഉണ്ടല്ലേ. ഈ രണ്ടെണ്ണമാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക? എക്സാം ഹാളിൽ ഒന്ന് തിരിയുക. ഐഡന്റിഫൈ ദ ആന്റോണിയം. ഇതിന്റെ ഒന്ന് എന്താണ് ഓപ്പോസിറ്റ് വേർഡ് പറയൂ? ഇമാസിയേഷൻ അല്ലേ? ഇമാസിയേഷൻ അല്ലേ? ഇമാസിയേഷൻ. അതിന്റെ ആന്റോണിയം എ ആണ്. ഇൻവിഗോറേഷൻ. എന്താണ്? ഇൻവിഗോറേഷൻ, ഇമാസിയേഷൻ. അതിന്റെ ഓപ്പോസിറ്റ് എഴുതി വെച്ചോളൂ കേട്ടോ. അറിയാത്തതൊക്കെ എഴുതി വെക്കുക, സിനോണിയംസും ആന്റോണിയംസും ഒക്കെ. എഴുതി വെച്ചോ? ഇമാസിയേഷൻ പറയുമ്പോൾ ഇൻവിഗോറേഷൻ. ഇമാസിയേഷൻ പറയുമ്പോൾ നമ്മൾ ശോഷണം, അതായത് അത് ശോഷണം സംഭവിച്ചു എന്ന് പറയില്ലേ, അപ്പൊ അതിന് ശോഷണമില്ലാത്ത അവസ്ഥ അല്ലെ? എന്താണ്? ഇൻവിഗോറേഷൻ. ഐഡന്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ്. ബ്ലർഡ്, കൺഫ്യൂസ്ഡ്. ഇതിന്റെ കറക്റ്റ് ബ്ലർഡ് കൺഫ്യൂസ്ഡ് എന്ന മീനിങ്ങിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ബ്ലർഡ് കൺഫ്യൂസ്ഡ് കണ്ടോ? കൺഫ്യൂസ്ഡ് വെച്ചിട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ?
ഏതാണ്? ഡി അല്ലേ? ഡി ആണ്. അപ്പൊ നമുക്ക് ബ്ലറഡ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും കൺഫ്യൂസ്ഡ് പറഞ്ഞ എന്താണ്? നമുക്കൊരു കാര്യം മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ് അല്ലെ, ആകെ കൺഫ്യൂഷൻ ആണ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? അൺക്ലിയർ. കണ്ടോ? അൺക്ലിയർ. കണ്ടോ? മഡിൽഡ്, അൺക്ലിയർ. അപ്പൊ ബ്ലറഡ് എന്താണ്? മഡിൽഡ്, കൺഫ്യൂസ്ഡ്, അൺക്ലിയർ. നെക്സ്റ്റ്, a large dark gray cloud that brings rain or snow is called. നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കാറുണ്ട് അല്ലേ, നിംബസ് മേഘങ്ങളും അതുപോലെ സ്ട്രാറ്റസ്, ക്യൂമുലസ് എന്നൊക്കെ പറയാറില്ലേ. എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ്, അതായത് മഞ്ഞ് അങ്ങനെയായിരിക്കും, മേഘം എങ്ങനെയായിരിക്കും? നല്ല ഗ്രേ, നല്ല ഡാർക്ക് ആയിട്ട് ഗ്രേ കളർ. നമ്മൾ ഇപ്പൊ മഴക്കാറുണ്ടാകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ട് നല്ല ഡാർക്ക് ആയിട്ടായിരിക്കും മേഘങ്ങൾ അല്ലേ. അത് അപ്പോൾ ആ സമയത്ത് എന്താണ്? മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് അല്ലേ, മഴയ്ക്കും മഞ്ഞിനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ആ മേഘങ്ങളെ എന്താണ് പറയുന്നത്? ഏതാണ്? ബി ആണ് അല്ലെ, നിംബസ് മേഘങ്ങളാണ്. നിംബസ് മേഘങ്ങൾ എങ്ങനെയായിരിക്കും? നല്ല ഡാർക്ക് ഗ്രേ ക്ലൗഡിലായിരിക്കും. ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ്, എപ്പോഴും ഇത് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഡിയമാണ് കേട്ടോ. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ആക്സ് ടു ഗ്രൈൻഡ് എന്തായിരിക്കും? ഡി ആണ്. ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. ടു ഹാവ് ആൻ എക്സ് ടു ഗ്രൈൻഡ് എന്താണ്? ടു ഹാവ് ആൻ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. ഐ ഡാഷ്, ഇവിടെ ബ്രാക്കറ്റിൽ ഗോ തന്നിട്ടുണ്ട്, ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. നൗ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, മാർക്കറ്റിലേക്ക് ഞാൻ പോകുന്ന പറയുന്നത്, ഇപ്പൊ പോകും അല്ലേ. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഫ്യൂച്ചറിലെ കാര്യമല്ല അല്ലെ, ഫ്യൂച്ചറിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഐ വിൽ ഗോ ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ ആണോ? അല്ല, ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ വിൽ ഗോ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇവിടെ എന്ത് 80ാമത്തെ ഏത് വരും? ബി ആണ് അല്ലെ. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. അപ്പൊ നൗ എന്നുള്ളൊരു ഇത് വരുന്ന സമയത്ത് എപ്പോഴും എന്താണ്? ഐ ആം ഗോയിങ് അല്ലെ. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. The brand of furniture is dash any other brand of furniture in the market. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് യൂസ് ചെയ്യുക? ഏത് വരും? ഏതാണ്? എനി അതർ അല്ലെ. എനി അതർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കമ്പാരറ്റീവ് ഫോമിലാണ്. കമ്പാരറ്റീവ് ഫോമിൽ വരുന്ന സമയത്ത് ഒരിക്കലും കോസ്റ്റ്ലി ദാൻ ഒന്നും വരില്ല. ഇത് കോസ്റ്റ്യസ്റ്റ് എന്നൊന്നും എന്താണ്, ഒക്കെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് വരുന്നതാണ്. ഇത് മോസ്റ്റ് ഒക്കെ എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഇവിടെ വരുന്ന ഓപ്ഷൻ കോസ്റ്റ്ലിയർ ദാൻ. കണ്ടോ? കോസ്റ്റ്ലിയർ ദാൻ. ദ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. നെക്സ്റ്റ് ഇതിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇനി 82ാമത്തത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. ഐഡന്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെന്റൻസസ്. ഓക്കെ, ഇവിടെ despite being the dash partner in the relationship, the fancier doesn't always have all the, ഇവിടെ ഏത് വരും കറക്റ്റ് ആയിട്ട്? despite being the എന്താണ്? ഡാഷ് പാർട്ട്ണർ. ഡി ആണ് കേട്ടോ. ഡൊമിനന്റ് പാർട്ട്ണർ. എന്താണ്? ഡൊമിനന്റ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്. ദ ഫ്രാഞ്ചൈസിയർ ഡസന്റ് ഓൾവേസ് ഹാവ് ഓൾ ദി അഡ്വാൻറ്റേജസ്. ഓക്കെ, അഡ്വാൻറ്റേജസ്. ഡൊമിനന്റ് പാർട്ട്ണർ ഹാവ് ഓൾ ദി അഡ്വാൻറ്റേജസ്. അടുത്തത്, വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് cabinet dash to be present at the function. Cabinet dash to be present at the function. We are happy. We are happy that our chief minister with the members of his cabinet. Cabinet ഏത് വരും? എ ആണ് അല്ലെ. ഈസ് ആണ്. ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ്. അപ്പോ ഇവിടെ എന്താണ്? എങ്ങനെയാണ് ഇവിടെ ആൻസർ ഈസ് എന്ന ഓപ്ഷനിലേക്ക് വന്നത്? വിത്ത് അല്ലെ. വിത്ത്
വിത്ത് എന്ന സെന്റൻസ് കണ്ടോ. ദ ചീഫ് അവർ ചീഫ് മിനിസ്റ്റർ ഒരാളെ ഉള്ളൂ അല്ലെ. ദ മെമ്പേഴ്സ് ഒന്നിൽ കൂടുതൽ പേരുണ്ട് അല്ലെ. ഒന്നിൽ കൂടുതൽ പേര് ഇവിടെ ഉണ്ട്. എങ്കിലും ക്യാബിനറ്റിൽ ഒരുപാട് മിനിസ്റ്റേഴ്സ് ഇല്ലേ, അവിടെ ഉണ്ട്. പിന്നെ ചീഫ് മിനിസ്റ്ററും. പക്ഷെ വിത്തിന് മുമ്പ് അവിടെ എന്താണ്, സിംഗുലർ ഫോം ആണ് വന്നിരിക്കുന്നത് അല്ലെ. വിത്തിന് മുമ്പ് സിംഗുലർ ഫോം ആണ്. അപ്പൊ വിത്തിന് മുമ്പുള്ള സെന്റൻസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം നമ്മളിവിടെ ഗ്രാമർ എന്ത് ചെയ്യേണ്ടത്, വിത്ത് എന്ന് പറയുന്ന സമയത്ത് ചെയ്യേണ്ടത്. അപ്പൊ ചീഫ് മിനിസ്റ്റർ പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ അവിടെ ഈസ് ആണ്. നെക്സ്റ്റ്, no sooner had she entered the room dash and everybody began to make sound. ഇവിടെ എന്ത് ചെയ്യും, നോ സൂണറിന് ശേഷം ഇവിടെ ഒരൊറ്റ സെന്റൻസേ നമുക്ക് പഠിക്കാനുള്ളൂ. നോ സൂണർ എന്ന് സെന്റൻസിൽ ഉണ്ടെങ്കിൽ നോ സൂണറിന് ശേഷം ഏതായിരിക്കണം യൂസ് ചെയ്യേണ്ടത്, ദാൻ ആയിരിക്കണം അടുത്തത് ഫിൽ ചെയ്യേണ്ടത് കേട്ടോ. നോ സൂണർ ഹാഡ് ഷീ എന്റർഡ് ദ റൂം ദാൻ ആയിരിക്കണം വരേണ്ടത്. അപ്പൊ ദാൻ ഇതിൽ ഏതെങ്കിലും ദാൻ ഉണ്ടോ, ഇതിൽ ദാൻ ഉണ്ടോ, ഇല്ല. ഇതിൽ ദന്നല്ലേ തെറ്റ്, ഇതിൽ ദാൻ ഉണ്ടോ, ഇല്ല. കണ്ടോ, ദാൻ ദ ലൈറ്റ്സ് വെന്റ് ഔട്ട്. അപ്പൊ നോ സൂണർ ദാൻ അങ്ങനെ തന്നെ പഠിച്ചോ കേട്ടോ. നോ സൂണർ ദാൻ. വിത്തിന് ശേഷം വിത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെന്റൻസിനായിരിക്കണം, ഫസ്റ്റ് സബ്ജക്റ്റിനായിരിക്കണം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. വി മെറ്റ് ഹെർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻസ് ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്. വി മെറ്റ് അല്ലെ, വി മെറ്റ് ഞങ്ങൾ കണ്ടു അല്ലെ, ഹെർ അവളെ കണ്ടു. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻസ് ഇൻ വിച്ച് ഷീ, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ മെറ്റാണ് വന്നിരിക്കുന്നത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബി ആണ് അല്ലെ, ഹാഡ് ഗിവൺ. We met her immediately after the sessions in which she had given. Okay. ഇനി ഇവിടെ മെറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരിക്കലും ഇനി ഫ്യൂച്ചർ കഴിഞ്ഞ കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ വില്ലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹാസ് ബീൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അതെല്ലാം മാറ്റാം അല്ലെ, വുഡ് ബി ഒക്കെ മാറ്റാം അല്ലെ. മെറ്റ് പറയുമ്പോൾ ഷീ ഹാഡ് ഗിവൺ. ദ ഗസ്റ്റേഴ്സ് അഡ്മിയർഡ് ബൈ പെയിന്റിങ്സ് ബട്ട് ദേ ഡാഷ് മൈ റൈറ്റിംഗ്സ്. The guests admired my paintings, but they dashed my writings. ഇവിടെ ഏത് പറയും, ഇവിടെ the guests admired ആണ് അല്ലെ, admired ആണ്. ഏത് വരും, സി ആണ് അല്ലെ. seemed to have disliked, seemed to have disliked. ഓക്കെ, ഇവിടെ guests admired ആണ്, പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, seemed to have disliked. Next, find out the correct sentences. ഇവിടെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ, ഡിലീഷൻ ആണ്. അടുത്തത് ഓർണിത്തോളജി. ഏതാണ് ഓർണിത്തോളജി, എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓർണിത്തോളജി. ഇതാണ് സ്റ്റഡി ഓഫ് ബേർഡ്സ് അല്ലെ, ഓർണിത്തോളജി, സ്റ്റഡി ഓഫ് ബേർഡ്സ്. സെലക്ട് ദി ഓൾട്ടർനേറ്റീവ് വേർഡ്സ് ഓഫ് distasteful from the following. Alternative word distasteful ന്റെ മീൻ എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള distasteful മീനിങ് വരുന്ന താഴത്തെ അർത്ഥം ഏതാണ്, ബി ആണ് കേട്ടോ. അൺപ്ലസന്റ്, പെട്ടെന്ന് നമുക്ക് നോട്ട് ഡിലീഷ്യസ് എന്നൊക്കെ കൊടുക്കാം അല്ലെ. ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് കേൾക്കുമ്പോൾ എന്താണ്, നോട്ട് ഡിലീഷ്യസ് എന്നൊക്കെ വേഗം പോകും, അല്ലെങ്കിൽ ടേസ്റ്റ്ലെസ് എന്നൊക്കെ പോകും അല്ലെ. ഇവിടെ എന്താണ്, അൺപ്ലസന്റ് ആണ് കേട്ടോ. എന്താണ് അൺപ്ലസന്റ്, അൺപ്ലസന്റ്, ഡിസ്റ്റേസ്റ്റ്ഫുൾ, അൺപ്ലസന്റ് പഠിക്കണേ. ഡിസ്റ്റേസ്റ്റ്ഫുൾ, അൺപ്ലസന്റ്. നമുക്കിനി മലയാളത്തിലേക്ക് കിടക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഞാനിത് നിങ്ങൾക്ക് ക്ലാസ്സിൽ സ്പെഷ്യൽ വൊക്കാബുലറി ഞാൻ എടുത്ത് വേറെ കുറെ തരാറുണ്ടല്ലോ എപ്പോഴും, അതിൽ തന്നിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഏതാണ് വരിക, ഞാൻ എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന കാറ്റഗറി നമ്പർ കൊണ്ട് തരാറില്ലേ, അതിൽ വന്ന ക്വസ്റ്റ്യൻ ആണിത്. ചെയ്യാൻ കിട്ടുന്നുണ്ടോ, ബി ആണ് അല്ലെ. അരോഗ ശരീരം എന്നാണ് പറയുക, അരോഗ ശരീരം. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ ഏത് വരും, സി ആണ് അല്ലെ. രണ്ടും വരും, ഒന്നും വരും രണ്ടും വരും. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ പോട്ടവൻ എന്നും വരും, പോട്ടയവൻ എന്നും വരും. പിരിച്ചെഴുതുക, കാട്ടിനേൻ. എങ്ങനെ പിരിച്ചെഴുതും, കാട്ടിനേൻ. 93 എ ആണ്. കാട്ടി പ്ലസ് ഏൻ, കാട്ടിനേൻ. കാട്ടി പ്ലസ് ഏൻ, കാട്ടിനേൻ. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. വായിച്ചു നോക്കിയിട്ട് അതിൽ ആവർത്തനം വരുന്നുണ്ടാകും, വാക്കുകൾക്ക് എന്തുണ്ടാകും,
ഒരു വാക്ക് ആദ്യം തന്നിട്ട് വീണ്ടും അതിന്റെ വാക്ക് ആവർത്തിക്കാനായിട്ട് അവിടെ പാടില്ല. അങ്ങനെ നോക്കൂ, ഏത് വരും? ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. 94ാമത്തെ ആൻസർ ഇവിടെ ബി ആണ്. ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടുകൂടി, സ്നേഹോദര അങ്ങനെ വരും, അങ്ങനെ ഒരു വാക്ക് പറയാറില്ലല്ലോ. അപ്പൊ നമുക്കിത് ഡിലീഷൻ കൊടുക്കാം അല്ലെ. ഇനി നോക്ക്, സ്നേഹോദര, ഈ ധ ഒരിക്കലും ഇവിടെ വരില്ല, തെറ്റാണ്. ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദരോ ഭാവ, അതൊക്കെ തെറ്റില്ലേ. നോക്ക്, ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ദ എന്നുള്ളത് ഈ ധായാണ്. മനസ്സിലായോ? ദ. ഇനി നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മുൻപ് ഇത് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി നമ്പർ ഇന്നത്, കാറ്റഗറി നമ്പർ ഇന്നത് മറ്റേ കുറെ തന്നിട്ടുണ്ടായിരുന്നു. നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫ്രം ഓൺ അവർ പാർട്ട്. എന്താണ് വരിക? 95ാമത്തെ ഡി ആണ് അല്ലേ. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നില്ല. 96, തേൻ എന്ന അർത്ഥം വരുന്ന പദം. തേൻ ഏതാണ്? 96 ഡി ആണ് കേട്ടോ. മധുബം എന്നും അല്ലേ, മധുഭ്രം, മധുബം. ചിലപ്പോ പെട്ടെന്ന് ഇതിലേക്ക് ആൻസർ പോകും. തെറ്റാണ്. മധൂലിയാണ് തേൻ എന്ന അർത്ഥം വരുന്ന പദം. മധൂലി. എന്താണ്? മധൂലി. ഇനി അടുത്തത്, കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏതാണ്? കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാനാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? ഏത് വരും? ബി ആണ്. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കച്ചിട്ട് ഇറക്കാനും മേല. എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി, അതിന്റെ എതിർലിംഗം. ഇത് ലേഡിയാണ്, സ്ത്രീലിംഗമാണ്, അതിന്റെ പുരുഷലിംഗം. ഇവിടെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം. മഞ്ഞപ്പട്ടുടുത്തവൻ. ഓർമ്മ കിട്ടണം. റിവിഷൻ ചെയ്തുള്ളവർക്കൊക്കെ അതിന്റെ ആൻസർ പെടുപെടേന്ന് കിട്ടും വേഗം. ഏത് വരും? പീതാംബരൻ അല്ലേ. പീതാംബരനാണ് മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം. ധൃതിയാണ്. 100 ഏത് വരും? ഡി ആണ് കേട്ടോ. എല്ലാം ശരിയാണ്. ചിലപ്പോ നമ്മൾ പെട്ടെന്ന് ഏതിലേക്ക് പോകും? 3ഉം 4ലേക്കും പോകും. അത് ഉറപ്പാണ്. ഞാൻ അടക്കം പോകും. തിടുക്കം, വേഗം, ധൃതിയാണ് അല്ലെ. 3, 4. സ്ഥൈര്യം, ഉറപ്പ്. ധൃതിക്ക് എങ്ങനെ ഉറപ്പ് പറയുക? അത് നമ്മൾ എഴുതോ? ഒരിക്കലും എഴുതില്ല അല്ലെ. 100ാമത്തെ ആൻസർ ഇവിടെ എന്തായാലും ഒരു നെഗറ്റീവ് വരുന്ന ഒരു ഭാഗമാണ്. എന്തായാലും നമ്മൾ വേഗം ഈ 3ഉം 4ഉം ഓപ്ഷൻ 3ഉം 4ഉം ഉണ്ട്, സി വന്നിട്ട് കൊടുക്കും. പക്ഷെ ഇവിടെ ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. ധൃതി എന്ന അർത്ഥം എന്ന പദത്തിന്റെ അർത്ഥം എന്തൊക്കെയാണ്? ധൃതി എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്ന് വരും, സ്ഥൈര്യം എന്ന് വരും, പിന്നെ തിടുക്കം, വേഗം. ഈ 4 അർത്ഥങ്ങളും ഏതിന്റെയാണ്? ധൃതി എന്ന പദത്തിന്റെ അർത്ഥങ്ങളാണ്. പഠിച്ചു വെച്ചോ. ധൃതിയുടെ പര്യായ പദങ്ങൾ ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. എന്താണ്? ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ 30 ക്വസ്റ്റ്യൻ ഇവിടെ പരിചയപ്പെട്ടു കേട്ടോ. 30 ക്വസ്റ്റ്യൻ. 18ാമത്തെ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ? അത് 17ആ? എത്രയാ? 17, 18 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ? എത്ര ക്വസ്റ്റ്യൻ അല്ലേ? 400 ക്വസ്റ്റ്യൻ്റെ അടുത്ത് നമ്മൾ റിവിഷൻ പ്രീവിയസ് ആയിട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞു. അറിയാത്തൊക്കെ സിനോണിംസ്, ആന്റോണിംസ് നോട്ടി വെക്കുക. എന്തായാലും റിപ്പീറ്റേഷൻ വരും, മാർക്ക് കളയാൻ പാടില്ല കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.